കയറി ഇതേണ്ടാ വലക്കകത്തായിണ്ടോ കേട്ടോ വലക്കുള്ളിയുണ്ടോ പയ്യെ പൊക്കി എടുക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടോ 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 ഇതാ എൻ്റെ കൈ നീട്ടിയാൽ എൻ്റെ കൈയുടെ അടുത്ത് അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഇവിടെ നോക്കിയേ കാണുന്ന മീനെല്ലാം നമ്മൾ പിടിച്ചാണേ എടുത്തോണ്ട് അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതാ നമ്മളിന്ന് രാത്രിയിലുള്ളൊരു അടിപൊളി നൈറ്റ് ഫിഷിംഗ് വീഡിയോ ആയിട്ട് എത്തുന്നത് ഞാനല്ല, അപ്പോൾ എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഉണ്ണിയാണ്. ഇന്നിപ്പോൾ എങ്ങനെയാ മീൻ പിടുത്തം തുടങ്ങുമല്ലേ? ആയുധമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആയുധം, നമ്മൾ മീൻ പിടിക്കുന്ന ആയുധം ഇതാണ്. ഇതും കൊണ്ട് നമ്മൾ മീൻ പിടുത്തം തുടങ്ങുകയാണ്. നമ്മളെ ഉണ്ണിയുടെ ചാനൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സീത ട്രാവൽ എന്ന് പറയുന്ന ഒരു അടിപൊളി യൂട്യൂബ് ചാനലുണ്ട്. ഇതാ നല്ല ഇരുട്ടിൻ്റെ രാത്രിയുടെ സമയത്ത്, നല്ല ഇരുട്ടുള്ള രാത്രിയിൽ നമ്മൾ മീൻ നോക്കി ഇറങ്ങുകയാണ്. ആറ്റിയമ്പല്ലി കുത്തിയെടുക്കുന്ന കാഴ്ച കേട്ടോ ഉണ്ടോ? ആറ്റിച്ചമ്പല്ലി നമ്മൾ കുത്തിയെടുക്കുക കേട്ടോ. എന്താ അറിയാം, വലിച്ചു വരുമ്പോൾ കമ്പനി ഇടയ്ക്കാണെങ്കിലേ ഇത് നമ്മളങ്ങനെ പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞ് എത്തി കിടക്കുന്ന കാഴ്ചയാണ്. നമ്മളിങ്ങനെ മീനെ നോക്കി പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളും കാണാം, ഇതുപോലുള്ള വിഷമകരമായ കാഴ്ചകളും കാണാം. പൂച്ചയെ വളർത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കാണും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമമുണ്ട്. ഈ കാണുന്നത് വാഹയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ, ചെറിയ വാഹ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്ന അടിപൊളി കാഴ്ചകളാണ് കണ്ടോ. കൊച്ചു കുഞ്ഞു പാർപ്പ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. വാഹ വരാലില്ല കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ ചുവല കളറിലായിരിക്കും കേട്ടോ. തീരെ ചെറുതായിട്ടിരിക്കുമ്പോൾ അത് കറുത്ത കളറിലായിരിക്കും. അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു സൈസൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചുമല കളറായിട്ട് വരും. ഇതേതാ ഈ കാണുന്ന മരം കണ്ടോ, ഇതിനടിയിലൊരു ചെറിയ വാഹ നിൽപ്പുണ്ട് കേട്ടോ. രണ്ടാമത് പെയ്യെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നുണ്ടോ. ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഒരു കരിമീൻ നമ്മൾ കോരി എടുക്കാൻ പോകണം കേട്ടോ. ആ കാഴ്ചയാണ് കാണുന്നത്. മീൻ കിട്ടുമില്ലെന്ന് അറിയത്തില്ല. കറക്റ്റ് നല്ല ചപ്പിനിടയ്ക്ക് വളരെ സേഫായിട്ട് കയറി നിൽക്കുന്നൊരു കരിമീനാണ്. അപ്പോൾ നോക്കാം കിട്ടുമില്ല. കിട്ടാൻ ഇച്ചിരി പാടാണ്, കാരണം അതിന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, അതിനെ കിട്ടാൻ പാടാം. ഓടിപ്പോയാ കുഴപ്പമില്ല, കയറി. നമ്മൾ വളരെ ആകാംക്ഷയോട് നോക്കിയിരിക്കുക മീൻ കിട്ടുമില്ല എന്നുള്ള കാര്യം. കിട്ടാൻ വഴിയില്ല. കമ്പനിയുടെ ഞാൻ പറയാം കയറിയ കണ്ടോ, അങ്ങനെ കരിമീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒത്തിരി വലുപ്പമൊന്നുമില്ല, ഒരിടത്തരം കരിമീൻ അല്ലേ. നമ്മൾ പയ്യെ നമ്മുടെ ആദ്യത്തെ കരിമീനാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഈ ആദ്യത്തെ കരിമീനാണ് നമ്മുടെ തുടക്കം. പയ്യെ വല തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വലക്ക് കണ്ടോ. വേറെ നേരത്തെ അല്ലാതെ നമ്മൾ കാശ് ചെയ്ത് പിടിച്ച മീനാണ് ഈ കിടക്കുന്നത്. വേണ്ട അടുത്ത കരിമീൻ പിടിക്കുന്ന കാഴ്ചയാണ്. പയ്യെ വേണ്ട സ്ഥലത്ത് അവൻ ചത്ത കരിമീൻ പോലെ കിടക്കുന്നില്ല. എന്താ അറിഞ്ഞുപോലും ഇല്ലെന്ന് തോന്നുന്നു. വേണ്ട കണ്ടപ്പോൾ ആ കരിമീൻ വെള്ളത്തിൽ പോയി. സെറ്റ് പോരട്ടെ അടുത്ത പോരട്ടെ. ഇനി ഒരെണ്ണത്തിനെ കളഞ്ഞുകൊണ്ടുണ്ടല്ലോ, അടുത്തതിന് ഞാൻ സേഫായിട്ട് എടുത്തോളൂ. കണ്ടോ മീനെ കുടഞ്ഞിടുവാണ്. വീഡിയോ എടുപ്പും മീനെ കുടഞ്ഞിടുവാനും കൂടി ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പെയ്യെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൊന്ന് മീനെ എടുത്തിട്ട് മീൻ്റെ ചെറിയ കൊമ്പലൊക്കെ ഈ വല ഉടക്കും. ഒരു കരിമീനെ കുത്തിയെടുക്കാൻ പോവാം. വേണ്ട കുത്ത് കുത്തുവാണേ. രണ്ട് കുത്തി മീൻ എടുക്കാൻ പോവാം. ഉണ്ടോ? പയ്യെ എടുത്താൽ മതി, പയ്യെ പൊക്കിയാൽ മതി. ഇല്ലില്ല പോകാൻ വഴിയില്ല. ആ വേണ്ട കറക്റ്റ് തിരിച്ച് കാണിച്ച് കണ്ടോ ഇതുപോലെ കുത്തി എടുത്തിട്ടുണ്ട് കണ്ട. അടിപൊളി കരിമീൻ. ഈ ഒരു വരാലിനെ കുത്തുന്ന കാഴ്ച കേട്ടോ. കുത്ത് അയ്യോടാ ഷോ. അങ്ങനെ അടുത്ത കരിമീൻ കണ്ടോ. ഇത് കമ്പിൻ്റെ ഇടയിലായത് കാരണം നമുക്ക് വെള്ളം കറക്റ്റായിട്ട് പിടിച്ചിട്ട് എടുക്കേണ്ടതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് എടുത്തില്ല, പോരുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മീനെ പെയ്യെടുത്ത് ഇനി
വെള്ളത്തിലിട്ടിട്ട് കിട്ടിയ കരിമീനൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ദേ അടുത്തൊരു കരിമീനെ കോരുന്ന കാഴ്ചയാണ് കേട്ടോ. അത് നിറയെ കമ്പിനിടയ്ക്കുള്ളൊരു കരിമീനാണ് നമ്മുടെ ഉണ്ണി പയ്യെ കോരി എടുക്കുന്നത്. മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിന് മുമ്പ് നമ്മൾ കമൻട്രി പറയുന്നതേ ഉള്ളൂ. കണ്ടോ വലയൊന്ന് കുരിയും കിടക്കണം. അപ്പോൾ വലയൊന്ന് നമുക്ക് റെഡിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് കോരാം. നമ്മൾ രൂപം മാറ്റുക. വല ചെറുതായിട്ട് വളച്ച് വെച്ചത് കറക്റ്റ് വരാൻ വേണ്ടിയില്ലേ? ആ കമ്പിൻ്റെ ഇടയിലായിരുന്നേ ആ ഒരു രീതിയിൽ. നോക്കട്ടെ കണ്ട കയറിയാ? ഓ കണ്ടേ അടുത്ത് സെറ്റ് കണ്ട. അങ്ങനെ അടുത്ത കമ്പിൻ്റെ ഇടയിലാണ് ആ അപ്രതീക്ഷിതമായിട്ടൊരു മീൻ അടിച്ചു കേട്ടാ. ഒരു നാടൻ വരാൽ, നമ്മുടെ പമ്പയാറ്റിൽ നിന്നൊരു നാടൻ വരാല്. മുഴുത്താണോ? എനിക്ക് പയ്യ എടുത്താൽ മതി. എങ്ങനെ കയറിയേക്കുന്നതെന്ന് അറിയത്തില്ല. അത് കാരണം മുപ്പല്ലിയുടെ ഉടക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും വലിയ വരാലോ? അത് വരാലല്ലെന്ന് തോന്നുന്നു. ഉയ്യോടാ അതുകൊണ്ടോ നോക്കി. കോരിയൊന്നുമില്ല നമ്മുടെ വല വെച്ച് കോരാൻ പറ്റുമോ? വല വെച്ച് കോരാം. നിൽക്കി അല്ല ഞാൻ വല വെച്ച് കോരി എടുക്കാൻ പോകും. കാരണം അതിൻ്റെ ഉടക്ക് ചെറിയ ഉടക്കാണേ. പോയോ വേണ്ട പൊക്കേണ്ട ഒന്നുകൂടെ പൊക്കി പോയോ? പോയില്ലല്ലോ. എനിക്ക് പോയില്ല. എനിക്ക് എവിടെ ഉണ്ട് പോയില്ല. ശരി അതേ പൊങ്ങിയിരുന്നു കണ്ട. അയ്യോ നോക്കി പൊങ്ങി വന്നു കണ്ടോ. അത് കുഞ്ഞുങ്ങൾക്ക് സേഫാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പക്കത്തിരുന്ന് ഓടുന്നുണ്ടോ. അയ്യോടാ എന്ത് രസം നോക്കി കണ്ടോ. പൊങ്ങി നമ്മളെ തൊട്ടടുത്ത് വന്നു കണ്ടോ. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതാ എൻ്റെ കൈ നീട്ടിയാൽ എൻ്റെ കൈയുടെ അടുത്താണ്. അത്ര അടുത്താണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കാം. കണ്ടോ കൈയുടെ അടിക്കുമെന്ന് അറിയത്തില്ല. കണ്ടോ കൈ കൊണ്ട് തൊടാൻ പോവാ. കണ്ടോ ഇച്ചിരി അടുപ്പിച്ച് പോയി. ഞാൻ പയ്യെ താന്ന് കണ്ടോ. റിസ്ക് ഉണ്ടെന്ന് തോന്നിയപ്പോൾ പയ്യെ താന്ന്. ഒന്നുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാവേ. തൊട്ടടുത്ത് കണ്ടോ. അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച. എന്ത് രസം നോക്കി എന്ത് രസം. ഒറ്റ ചെമ്പല്ലി വേണ്ട ക്യാമറ എടുക്കാൻ തോന്നി. വേണ്ട നോക്കിക്കോ. ഒരാറ്റ് ചെമ്പല്ലിയെ കിട്ടിയേ. വാ ചെറുതല്ല അടിപൊളി. കണ്ടോ കയറി വരുന്നുണ്ടോ. ഒരെണ്ണമല്ല നമുക്കിന്ന് കിട്ടിയത് മൊത്തം ആറ്റിയമ്പല്ലി. കൂടുതൽ ആറ്റിയമ്പല്ലി കണ്ടോ. അടിപൊളി കളം എന്ന് പറഞ്ഞാൽ അടിപൊളി കളം. എൻ്റെ ചെമ്പല്ലി കണ്ടോ. ആറ്റിയമ്പല്ലി കിടക്കുന്നുണ്ടോ. സൈസ് ചെമ്പല്ലി, മുഴുത്ത ചെമ്പല്ലി കണ്ടോ. ഇതേ അടിപൊളി ഒരു കരിമീനെ കോരുന്ന കാഴ്ച കാണിച്ചാൽ ഇത് കണ്ടോ. കരിമീൻ ഇങ്ങനെ പൊങ്ങി നടക്കുന്നുണ്ടോ. അതിൻ്റെ പുറകെ നമ്മുടെ ഉണ്ണി ബ്രോ വലയും കൊണ്ട് നടക്കും കേട്ടോ. ഇതിൻ്റെ പുറകെ കറക്റ്റായിട്ട് ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ്. നോക്കണം കിട്ടുമില്ല നമുക്ക് നോക്കാം. ഇവനെ കിട്ടാതെ അവിടെ പോകാനാ കണ്ടോ. നോക്കൂ തൊട്ടടുത്ത് വെച്ച് നമ്മൾ കോരി കാണിച്ചു തരാം. എൻ്റെ അങ്ങനെ വലക്കുള്ളിലോട്ട് കയറി ഇതാണ്ടാ വലക്കകത്തായി കണ്ടോ. കേട്ടോ വലക്കുള്ളി ഉണ്ടോ. പയ്യെ പൊക്കി എടുക്കുന്നുണ്ടോ. അങ്ങനെ വല അനങ്ങിയിട്ടില്ല കേട്ടോ. അത് അനങ്ങിയിട്ടില്ല കണ്ടോ. നമ്മൾ കുളമൊന്നുമല്ല, ഇത് ആറ് തന്നെയാണ് കേട്ടോ. കേട്ടോ അടുത്ത് നമ്മൾ കോരി എടുത്താണ് നമ്മുടെ ആറ്റ് ചെമ്പല്ലി കേട്ടോ. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ആറ്റ് ചെമ്പല്ലിയും കാരണം എന്താ നമ്മുടെ കരിമീനും ഒരു ചെറുമീൻ ഒരു വാഹ പിന്നെ കുറേ കരിമീനുണ്ട് കുറേ ചാറ്റിയമ്പല്ലുണ്ട്. വേണ്ട അടുത്തൊരു ഐറ്റം പൊങ്ങിയിരുന്നുണ്ടോണേ. നോക്കിക്കോണേ എൻ്റെ നല്ല അടിപൊളി സിലോപ്പി. മുട്ടൻ സൈസുള്ള സിലോപ്പി നോക്കി കണ്ടോ. അത് കറക്റ്റ് ഹെഡ് ഷോട്ട് കണ്ടോ. ഇങ്ങനെ കുത്തി കയറ്റിക്കുന്നുണ്ട്. ഒരു കിലോ വലിപ്പമുള്ള സിലോപ്പിയ. ഒരു കിലോ മേളിൽ കാണും കണ്ടോ. ഇനി അതിനെ പെയ്യെ ഊരി നമ്മുടെ കൊട്ടയിലോട്ടിടാൻ പറഞ്ഞു കേട്ടോ. അതിന് നമ്മൾ വേണ്ടേ കണ്ടോ. ഇന്നത്തെ ഏറ്റവും വലിയ കരിമീൻ ഇന്ന് കിട്ടിയതിലൊക്കെ വലിയ ഇതായാലും വലുതല്ലേ. ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലുതാണ് കേട്ടോ. സൈസ് കാണിച്ചു. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഇവിടെ നോക്കിയേ കാണുന്ന മീനെല്ലാം നമ്മൾ പിടിച്ചാണേ. ചെറുമീൻ നല്ല അടിപൊളി കരിമീൻ വാഹ
നമ്മുടെ ആറ്റിയമ്പലി ഉണ്ടല്ലോ, ആറ്റിയമ്പലി ഒരു 10-15 എണ്ണത്തോളം ഉണ്ട് കേട്ടോ ആറ്റിയമ്പലി. അത് നല്ല മുഴുത്ത ആറ്റിയമ്പലി ഉണ്ട്. കണ്ടോ ആറ്റിയമ്പലിയുടെ സൈസ് ഉണ്ടോ? കണ്ടോ ഇത്രയും വലിയ ആറ്റിയമ്പലി ഉണ്ട്. അതുകൂടെ ചേറുമീനാണെങ്കിൽ ഒരു 2.5 കിലോ ചേറുമീനുണ്ട് കണ്ടോ. അതുപോലെ ഈ പെട്ടി ഒരു 1/4 ഭാഗത്തോളം നല്ലതായിട്ട് മീനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സീത ട്രാവലിലെ ഉണ്ണിയാണ്. ഉണ്ണിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നീ ഒന്ന് ഉണ്ണി ഒരു വൈൻഡപ്പ് പറഞ്ഞപ്പോൾ ഒന്നും പറയാനൊന്നും ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ചാകരയായിരുന്നു, നല്ല ചാകര കൊയ്ത്തായിരുന്നു. അപ്പം നമ്മൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ.